പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് ഊട്ടിയിലെ ഒരു പെഡൽ ബോട്ടിലാണ് ഞങ്ങളിപ്പോൾ. ഈ പെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മയിൽ വന്നത്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പൊ നോക്കിയാൽ ഞങ്ങള് വലിയൊരു തടാകത്തിന്റെ നടുവിലായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളൊരു ബോട്ടിലാണ്. ഈ ബോട്ട് പ്രവർത്തിക്കുന്നത് നാം സ്വയമായിട്ട് ഈ പെഡൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നത് പോലെ ചവിട്ടുമ്പോഴാണ് ഇത് മുൻപോട്ടും പുറകോട്ടും ചലിക്കുന്നത്. ഇത് സൈഡിലോട്ട് തിരിക്കുവാൻ ഇതിൽ ലിവറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ യാത്ര ഞങ്ങൾക്ക് തീരണമെങ്കിൽ ഇത് ഞങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ നടക്കൂ. ഞങ്ങൾ സ്വയമായി ചവിട്ടി സ്വയമായി നിയന്ത്രിച്ച് എത്തേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ സ്വയമായിട്ട് പോകണം. ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ യാത്ര. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇവിടെ കിടന്ന് മുഴുവൻ സമയം ചവിട്ടിക്കൊണ്ടിരിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതും പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നതും. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോകുവാൻ നാം ആണ് തുഴയുകയും ചവിട്ടുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നോക്കിയാൽ ഈ ബോട്ട് കാറ്റ് കൊണ്ട് ചുമ്മാ അങ്ങ് ചലിച്ചുകൊണ്ടിരിക്കുക. കാറ്റ് എങ്ങോട്ടാണോ വീശുന്നത് ആ ഭാഗത്തിലോട്ട് ബോട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളും അതിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു ദൈവ പൈതൽ ഇപ്രകാരം ഒഴുക്കിനനുസരിച്ച് പോകേണ്ടവനല്ല. അവനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. താൻ തന്നെ തുഴഞ്ഞു പോകേണ്ടതാണ്. ഈ വിശ്വാസ യാത്രയിൽ നാം സ്വയമായിട്ട് ചവിട്ടി അല്ലെങ്കിൽ തുഴഞ്ഞ് നിയന്ത്രിച്ച് നാം എത്തേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് നാം എത്തുക. അല്ലാഞ്ഞാൽ നാം ഒഴുക്കിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ നാം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എപ്രകാരമാണെന്ന്. സ്വയമായി ചവിട്ടാതെ സ്വയമായി മുൻപോട്ട് പോകുവാൻ ശ്രമിക്കാതെ അവന് ആ ഒഴുക്കിനനുസരിച്ച് നിന്നു കഴിഞ്ഞാൽ അത് വൻ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവജനപ്രകാരം വചനമാകുന്ന ആ ദൈവീക നിയന്ത്രണത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് നമുക്ക് ഈ വിശ്വാസ യാത്രയെ തുഴയുവാൻ കഴിയുമെങ്കിൽ, നിശ്ചയമായിട്ടും നാം ആഗ്രഹിക്കുന്ന ആ നിത്യ ജീവനിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് കഴിയും. അച്ഛൻ്റെ ദിശയ്ക്ക് അനുസരിച്ചല്ല, നമുക്കെപ്പോഴും ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോകേണ്ടവരല്ല നാം എങ്ങോട്ടാ? നാം ലോകത്തിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളവരാണ്. ഇത് ആരംഭത്തിൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഞങ്ങള് പല കാഴ്ചകളും കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങള് പോകേണ്ട ദിശ അല്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെയല്ല പിന്നീട് ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടി ഇത് വീണ്ടും ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ടും ആ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നാം പലതിനെ നോക്കി ഈ യാത്രയുടെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ പോവുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്ന പലരും പല കാഴ്ചകൾ കണ്ട് ലോകപരമായ പല കാഴ്ചകളിലും ജഡീകപരമായ പല കാഴ്ചകളും കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ യാത്രയുടെ നിയന്ത്രണം തെറ്റുകയാണ്. ഒരു ദൈവപൈതലിന് ഏറ്റവും അനിവാര്യമായ കാര്യം തൻ്റെ യാത്രയുടെ ബോധ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ താനൊരു യാത്രയിലാണ്, തനിക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്, താൻ പോകേണ്ട ദൂരം അനേകമുണ്ട് എന്ന ഒരു ബോധ്യം, യാഥാർത്ഥ്യം എപ്പോഴും ഒരു ദൈവപൈതലിന്റെ ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് അല്പമായിട്ട് അനുഭവിക്കുകയാണ്. കാരണം പെടൽ ചവിട്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്, സ്ട്രെയിനാണ്. ഇതാണ് ഇന്ന് ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും. ആരംഭത്തിൽ നല്ല രീതിയിൽ ആത്മീയമായിട്ട് കയറി വന്ന പലരുടെ ജീവിതത്തിൽ ഇന്ന് ആ ഒരു പവർ ഇല്ല, ആ ഒരു ബലമില്ല. എന്താണെന്ന് ചോദിച്ചാൽ നിയന്ത്രണം മാറിപ്പോയി. നിയന്ത്രണം വേറെ ഒരു ശക്തി ഏറ്റെടുത്തു. അതുകൊണ്ട് അവർക്ക് നിയന്ത്രണം പോയി. വീണ്ടും അത് തിരിച്ചു പിടിക്കുവാൻ കുറച്ചും കൂടെ നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കുറച്ചും കൂടെ ഇനി അധികമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അധികമായി ഉപവസിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അധികമായി ദൈവവചനത്തിൽ ഇരിക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ വിശ്വാസ യാത്ര എല്ലാവരും തുഴഞ്ഞ് കർത്താവിന്റെ നിത്യജീവനിൽ കടക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.